നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. MSC ELSA 3 കപ്പൽ അപകടം. വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയെന്നും മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായും മന്ത്രി സജി ചെറിയാൻ. എറണാകുളം, കൊല്ലം തീരങ്ങളിൽ പരിശോധന നടത്തി കുമ്മായം കടലിൽ കലർന്നിട്ടുണ്ടെന്നും ജലത്തിന്റെ pH മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി നിയമസഭയിൽ. എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ചു. കരട് വോട്ടർ പട്ടിക സെപ്റ്റംബർ 29-ന്. ഒരു കുടുംബത്തിലെ 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന്. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാമെന്നും ഗണേഷ് കുമാർ. വധശ്രമ കേസിൽ ജാമ്യം. പിന്നാലെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊല്ലം കൊച്ചുകൂനമ്പായിക്കുളം സ്വദേശി ശ്യാമാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. MSC ELSA 3 കപ്പലപകടത്തിൽ വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയെന്നും എന്നാൽ മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായും മന്ത്രി സജി ചെറിയാൻ. മന്ത്രി നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അപകടത്തെ തുടർന്ന് 1400 ടൺ പ്ലാസ്റ്റിക് മാലിന്യമുണ്ടായി. എറണാകുളം, കൊല്ലം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ പരിശോധന നടത്തി. ചില കണ്ടെയ്നറുകളിൽ നിന്ന് കുമ്മായം കടലിൽ കലർന്നിട്ടുണ്ട്. ഇത് ജലത്തിന്റെ pH മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി അറിയിച്ചു. MSC ELSA കപ്പലപകടത്തിൽ 1400 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായതായാണ് മന്ത്രി അറിയിച്ചത്. എറണാകുളം, കൊല്ലം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ പരിശോധനയും നടത്തി. ചില കണ്ടെയ്നറുകളിൽ നിന്ന് കുമ്മായം കടലിൽ കലർന്നത് ജലത്തിന്റെ pH മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. എറണാകുളം, കൊല്ലം, ആലപ്പുഴ തീരത്തുനിന്നും ശേഖരിച്ച ജല മത്സ്യ സാമ്പിളുകൾ പരിശോധിച്ചു. അയല മുട്ടകളും പരിശോധിച്ചു. CMFRI നടത്തിയ പരിശോധനയിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തി. ഡ്രോൺ നിരീക്ഷണത്തിലൂടെ മലിനീകരണത്തിന്റെ തോത് മനസ്സിലാക്കുകയും തീരത്ത് ശുചീകരണം നടത്തുകയും ചെയ്തു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. 143 കണ്ടെയ്നറുകളിൽ അപകട വസ്തുക്കൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ തീരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് 10.55 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. പരിസ്ഥിതി മലിനീകരണത്തിന് പിഴ ചുമത്തി. 16,705.65 കോടി രൂപ സെക്യൂരിറ്റി തുക നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന് ചെയ്യാവുന്നതിൽ പരമാവധി കാര്യം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. വടക്കന്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവാർഡുകൾ നൽകിയത്. വടക്കന്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത്. മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാത്ത ആരെങ്കിലും ജീവിതത്തിൽ നമ്മളിപ്പോ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നല്ല ഡോക്ടർ ആകണമെന്നില്ലല്ലോ, നല്ല മാർക്ക് കിട്ടിയോണ്ട് നല്ല എഞ്ചിനീയർ ആകണമെന്നില്ലല്ലോ, നല്ല മാർക്ക് കിട്ടിയോണ്ട് നല്ല മനുഷ്യനാകണമെന്നില്ലല്ലോ. അതായത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, ഇതിന്റെ എല്ലാം പൂർണ്ണതയിലേക്ക് നമ്മുടെ സ്വഭാവം രൂപീകരണത്തിന്റെ ഭാഗമായി നമ്മൾ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ പരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ സമൂഹത്തിൽ കാണുന്ന എന്താണ്? വിജയിച്ച് മാത്രം പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു ചെറിയ പരാജയം സംഭവിക്കുമ്പോൾ താങ്ങാനൊക്കാത്ത മാനസികാവസ്ഥയിലേക്ക് അവർ മാറുന്ന കാഴ്ച. അതിന് പ്രാപ്തരാക്കുക. പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കാനുള്ള മനക്കരുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഉത്തമൻ പറഞ്ഞു, ശരിയാണ്, ഇന്ന് സമൂഹത്തെ ഗ്രസിക്കുന്ന മയക്കുമരുന്നിന്റെ ഭീഷണി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഉത്തമൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ കൺമുമ്പിൽ ഇരുത്തി പഠിപ്പിച്ചോളണം, ബെഡ്റൂമിനകത്ത് ഷെയ്ഡ് കൊടുക്കല് എന്ന് പറഞ്ഞാൽ അല്ല. നമ്മൾ കടന്നുകൂടാത്ത അല്ലെങ്കിൽ അതിന് കടക്കാത്ത ഒരു ലക്ഷ്മണരേഖ എന്ത് എന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ് അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, അഡ്വക്കേറ്റ് E യൂസഫ് കുഞ്ഞ്, ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ്, സുധാകരൻ ചാക്കർത്തേടം, ബാബുനാഥ്, ഷമീർ പുതുകുളം, പന്മന തുളസി, ശാലിനി, സരിത, സന്ധ്യ, സുജ, ബീന ഷാജഹാൻ, ജോർജ് ചാക്കോ, അബ്ദുൾ സമദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.
പുതിയ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച് ESI കോർപ്പറേഷൻ. നിയമവ്യവഹാരങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് 2025 മാർച്ച് 31 വരെ ഫയൽ ചെയ്ത കേസുകളിൽ തീർപ്പാക്കാൻ അവസരം ലഭിക്കും. ഒക്ടോബർ 1 മുതൽ 1 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ സഹകരിക്കണമെന്ന് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഭക്ഷണത്തിൽ പുഴു. കടയുടമയ്ക്കെതിരെ പരാതിയുമായി യുവതി. കൊല്ലം മയ്യനാട് പണയിൽ മുക്കിൽ നിന്നും വാങ്ങിയ പപ്സിലാണ് പുഴുവിനെ കണ്ടത്. സംഭവത്തിൽ പോലീസിനും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും പരാതി നൽകി. കൊല്ലം മയ്യനാട് പണയമുക്കിൽ പ്രവർത്തിക്കുന്ന ശിവ ബേക്കറിയിൽ നിന്നുമാണ് വീട്ടിലെ അതിഥികൾക്കായി യുവതി പപ്സ് വാങ്ങിയത്. വീട്ടിലെത്തി അതിഥികൾക്ക് നൽകിയപ്പോഴാണ് പപ്സിൽ പുഴുവുണ്ടെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ കടയിലെത്തി കാര്യം പറഞ്ഞു. കടയുടമ പേപ്പറിൽ ഇത് ചുരുട്ടി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇരവിപുരം താന്നിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബേക്കറിയിൽ നിന്നുമാണ് പപ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് കടയുടമ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് അപർണ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും ഇരവിപുരം പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവിലയിൽ വർധനവ്. ഈ മാസത്തെ തന്നെ ഏറ്റവും കൂടിയ വില തിങ്കളാഴ്ച രേഖപ്പെടുത്തി. സ്വർണത്തിന്റെ വില പ്രവചനാതീതമായി കൂടുകയാണ്. തിങ്കളാഴ്ചത്തെ സ്വർണത്തിന്റെ വില 85,360 രൂപയാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 680 രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഈ മാസത്തെ ഏറ്റവും കൂടിയ വില തിങ്കളാഴ്ച രേഖപ്പെടുത്തി. സ്വർണത്തിന്റെ വില പ്രവചനാതീതമായി വർദ്ധിക്കുകയാണ്. സ്വർണത്തിന്റെ വില 85,360 രൂപയാണ്. 680 രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ഗ്രാമിന്റെ വില 10,670 രൂപയായിരുന്നു. 85 രൂപയാണ് ഗ്രാമിന് തിങ്കളാഴ്ച വർദ്ധിച്ചത്. ഈ വർഷം സ്വർണത്തിന്റെ വില 1 ലക്ഷം കടക്കുമെന്നാണ് വിലയിരുത്തൽ. സ്വർണം ഒരു നിക്ഷേപമായി കാണുന്നതിനാൽ വില കൂടിയാലും എല്ലാവരും സ്വർണം വാങ്ങുന്ന സ്ഥിതിയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കൂടിയതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് വില ഉയരാനുള്ള പ്രധാന കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അമേരിക്ക പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരാകുന്നുണ്ട്. ഇതിനാൽ ഇനിയും വില വർദ്ധിച്ചേക്കും. ന്യൂസ് ഡെസ്ക്. വധശ്രമ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന്റെ അടുത്ത ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊല്ലം കൊച്ചുകൂനമ്പായിക്കുളം സ്വദേശി ശ്യാമാണ് പിടിയിലായത്. ജാമ്യം ലഭിച്ചപ്പോൾ ജയിലിന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ച് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വധശ്രമ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തൊട്ടടുത്ത ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. കൊല്ലം വടക്കേവിള മുള്ളുവിള കൊച്ചുകൂനമ്പായിക്കുളം ക്ഷേത്രത്തിന് സമീപം ഇടയിലെ വീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. വധശ്രമ കേസിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി ജയിലിന് മുന്നിൽ റീൽസ് ഉൾപ്പെടെ ചെയ്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വിപണിയിൽ 5.5 ലക്ഷം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇയാളുടെ ബെഡ്റൂമിൽ നിന്നും പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇരവിപുരം പോലീസ് പിടികൂടി ഇയാളെ റിമാൻഡ് ചെയ്തത്. ജയിലിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ ആംഗ്യ ഭാഷയിൽ കളിയാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ജാമ്യം ലഭിച്ചപ്പോഴാണ് ജയിലിന് പുറത്ത് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരവിപുരം പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീടിന് മുകളിലൂടെ അപകട ഭീഷണി ഉയർത്തി കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ വീട് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് KSEB. പുനലൂർ പേപ്പർ മിൽ ചാലക്കോട് വാർഡിൽ അശോകന്റെ വീടിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ടെറസിനെ തൊട്ട് കടന്നുപോകുന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് വീട് പൊളിച്ചു മാറ്റാനുള്ള വിചിത്ര നിർദ്ദേശം KSEB നൽകിയത്. പുനലൂർ പേപ്പർ മിൽ ചാലക്കോട് വാർഡിൽ അനുഭവനിൽ അശോകന്റെ വീടിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി കമ്പികൾ കടന്നു പോകുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് വീട് പൊളിച്ചു മാറ്റണമെന്ന വിചിത്ര മറുപടി KSEB അധികൃതർ നൽകിയത്. അശോകന്റെ വീടിന് പിൻവശമുള്ള വീടുകൾക്കായി വൈദ്യുതി എത്തിക്കുന്നതിനായി പോകുന്ന വൈദ്യുതി ലൈനുകളാണ് ഏറെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. വീടിന്റെ മുകളിലൂടെ താഴ്ന്നു പോകുന്ന വൈദ്യുതി ലൈൻ അപകടമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈൻ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഈ ലൈനെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊന്നും വീണ്ടും മണ്ടക്കട പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് കയറാനും പറ്റത്തില്ല. ഭയങ്കര എർത്താണ്. 2 ലൈനാണ് പോയിരിക്കുന്നത്. ഞാനിപ്പം ഇതിനകത്ത് ഒന്നും ചെയ്യാനും കയറാനോ കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് നിയമമായി എനിക്ക് ഈ ലൈൻ മാറ്റി തരണം. ഞാനത് കലക്ടർക്ക് പേപ്പർ കൊടുത്തു. കലക്ടറോട് നിന്ന് പവർ ഓഫീസിലേക്ക് പോയപ്പോൾ പവർ ഓഫീസർ എന്ന് പറയുന്നത് വീട് പൊളിച്ചു മാറ്റണമെന്നാണ് പറയുന്നത്. എന്നെ കൊണ്ട് അതിനുള്ള ശേഷിയില്ല. ഞാൻ സുഖമില്ലാത്തവനാണ്. അതുപോലെ തന്നെ ഈ വീട് ഇത്ര അടിക്ക് പോസ്റ്റിനോട് എൻ്റെ മതിലോട് ചേർന്നാണ് പോസ്റ്റ് നിൽക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്തപ്പം അത് വില്ലേജ് പേപ്പർ കൊടുത്തു. വില്ലേജ് എന്ന് പറഞ്ഞു ഇത് ഭയങ്കര റേഞ്ചറാണ് എന്ന് പറഞ്ഞ് RDOക്ക് കൊടുത്തു. RDO കൊടുത്തിട്ട് യാതൊരു ഇതില്ല.
1 മാസമാവും. ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അത് ദയവായി എന്തായാലും മാറ്റി തരണം എന്ന് ഞാൻ പറയാം. എൻ്റെ വൈഫിനെ സുഖമില്ലാത്തതാണ്, ഞാനും സുഖമില്ലാത്തതാണ്. ഇത് ചെയ്തു തരണമെന്ന് ഞാൻ ദയവായി ചെയ്യാൻ പറ്റും. ടെറസിനോട് തൊട്ടു നിൽക്കുന്ന വൈദ്യുതി കമ്പികളിൽ കുട്ടികൾ പിടിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അപകടകരമായ രീതിയിൽ കടന്നുപോയ വൈദ്യുതി കമ്പിയിൽ തട്ടി വിദ്യാർത്ഥി മരിച്ച സംഭവമുണ്ടായിട്ടും അധികൃതർ ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. നിരവധി തവണ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. അനുകൂലമായ മറുപടി നൽകാൻ KSEB തയ്യാറായിട്ടില്ല. പലതവണ അശോകൻ ഉൾപ്പെടെ വൈദ്യുതാഘാതം ഏറ്റിട്ടുമുണ്ട്. 3 കുഞ്ഞുങ്ങൾ കയറി വരുന്നതാണ്. കുഞ്ഞുങ്ങൾ കയറി വരുമ്പോൾ ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണ്ടില്ല സ്കൂളിനകത്ത് കുഞ്ഞു കയറി ചാടി മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് ദയവായി ഞാൻ പറയുന്നു, അങ്ങനെ അവിടെ ഉണ്ടാവരുത്. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തു തരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരു കുടുംബത്തിലെ 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബത്തിലെ 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒന്നുമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാം. സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാരെ, ഒരു കുടുംബത്തിലെ 4 നായന്മാരെ NSSൽ നിന്ന് രാജിവെച്ചുവെന്ന് TV എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSSൽ നിന്ന് രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. TV പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്നും അവർ 4 പേര് നായന്മാരായിരുന്നും അവർ രാജിവെച്ചെന്ന്. അത് ജനറൽ സെക്രട്ടറിയോടല്ല, അത് അവർ NSSനെതിരാണ്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSSനെതിരായിട്ടുള്ള കേസുകളെല്ലാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ NSS നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവിലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം, ആരുടെ പേരും എഴുതാം, ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ NSS ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ, NSS ജനറൽ സെക്രട്ടറി എന്തെങ്കിലും ഒരു ട്രോൾ ഉണ്ടാക്കുക, ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക, അത് പ്രചരിപ്പിക്കുക, അത് നായന്മാർ, ഞാൻ മുമ്പും പറഞ്ഞു, അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതിരിക്കുക. അതൊന്നും കാര്യം നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളെക്കുറിച്ച്. ഏറ്റവും കരുത്തുറ്റ നേതാവാണ് G സുകുമാരൻ നായർ. NSS സമദൂര സിദ്ധാന്തത്തിലാണ് മുന്നോട്ട് പോകുന്നത്. NSS അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരുകൾ എടുക്കുന്ന നിലപാടിൽ കേരള കേന്ദ്ര സർക്കാരുകളെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ നിലപാടല്ല. പ്രസ്ഥാനത്തിന് വേണ്ടി മന്നത്ത് ആചാര്യന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പാതയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് G സുകുമാരൻ നായർ എന്നും പത്തനാപുരം NSS യൂണിയന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. NSSന്റെ അതാത് കാലഘട്ടങ്ങളിൽ NSS അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ്. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. അങ്ങനെയല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനം. NSSുമായി ബന്ധപ്പെട്ട് നായർ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ NSSുമായി സംസാരിക്കുന്നു. അതിൽ തെറ്റെന്താ? ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. താമരക്കുളത്ത് പോത്ത് വിരണ്ടോടി, ഒരാൾക്ക് പരിക്കേറ്റു, വിളകൾക്കും നാശം സംഭവിച്ചു. അറവുശാലയിലേക്ക് കൊണ്ടുവന്ന പോത്താണ് കഴിഞ്ഞ പുലർച്ചെ വിരണ്ടോടിയത്. താമരക്കുളത്താണ് കഴിഞ്ഞ പുലർച്ചെ പോത്ത് വിരണ്ടോടിയത്. ഷമീർ എന്നയാളുടെ അറവുശാലയിലേക്ക് എത്തിച്ച പോത്താണ് പുലർച്ചെ 3-ന് വിരണ്ട് ഓടിയത്. തൊടിയൂരിൽ നിന്നും വിദഗ്ധരെത്തിയാണ് പോത്തിനെ കുരുക്കിട്ട് പിടികൂടിയത്. കായംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയും നൂറിനാട്ട് നിന്ന് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് വിരണ്ടോടിയ പോത്തിനെ പിടികൂടാൻ കഴിഞ്ഞത്. താമരക്കുളം സ്വദേശി ഷമീറിൻ്റെ പോത്ത് ഇന്നലെ ഇറച്ചിവട്ടം കൊണ്ടുവന്നാണ് ചാടിപ്പോയി. ആകെ ഭീതി പരത്തി താമരക്കുളം മൊത്തം തിരഞ്ഞിട്ടും കണ്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ വസ്തുവിനോട് ചേർന്ന് മനോഹരൻ എന്ന് പറയുന്ന ആടെ വസ്തുവിൽ കിടക്കുകയും പുള്ളി കാണുകയും ചെയ്തു. പുള്ളി ഓടിയ കൂട്ടത്തിൽ പുള്ളി വീണ്, പുള്ളി ഇപ്പം ഹോസ്പിറ്റലാണ്, കൈക്കെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു. ആ ഓടിയ കൂട്ടത്തിൽ ഞങ്ങളുടെ മതിലിനകത്ത് കയറി 4 വശവും ബൗണ്ടറി ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് തന്നെയായി. അന്നേരത്തേക്ക് ഗേറ്റ് പൂട്ടി പിടിക്കാൻ പറ്റാതെ പോലീസിലും ഫയർഫോഴ്സിലും എല്ലാം വിവരം അറിയിച്ചു. അതിനു മുമ്പ് തന്നെ ശൂരനാട് തൊടിയൂർ പാലത്തിൽ ഇറച്ചി വെട്ടുന്ന 2-3 ചെറുപ്പക്കാർ വന്ന്
കുരുക്കിട്ടാണ് പിടിച്ചതാണ്. ഇവിടെ വെച്ചാണ് പിടിച്ചത്. ആ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ, കൃഷിനാശം ഉണ്ടായി. ചീനി, നമ്മുടെ റെഡ് ലേഡി, ഓമ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കൃഷിനാശം ഉണ്ടായി. അപ്പുറത്ത് വെണ്ട, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ നമുക്കിതിലൊന്നും ഒരു വിഷമമല്ല. കാരണം വലിയ ആൾക്കാർക്കൊന്നും ആളപായമൊന്നും പറ്റിയില്ലല്ലോ. ആൾക്കും കുഴപ്പങ്ങളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പോത്തിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മനോഹരൻ എന്നയാൾക്ക് പരിക്കേറ്റു. കർഷകനായ ജലജ ഭവനത്തിൽ ജയചന്ദ്രന്റെ കൃഷിയിടത്തിൽ നിന്നുമാണ് പോത്തിനെ പിടികൂടിയത്. ഇതിനിടെ വിവിധങ്ങളായ വിളകളും പോത്ത് നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള ഒരു വസ്തുക്കളുടെയും കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ ഉൾപ്പെടെ മൂല്യനിർണ്ണയത്തിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. സ്വർണ്ണപീഠം കണ്ടെത്തിയതിൽ മാത്രമല്ല, ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്ന വിവരമാണ് വിജിലൻസ് SP കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തിരുവാഭരണ രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചിരുന്നതായും വിജിലൻസ് SP വ്യക്തമാക്കി. സ്വർണ്ണപ്പാളികളുടെയും പീഠത്തിന്റെയും രണ്ടാമതൊരു സെറ്റ് കൂടി ഉണ്ടെന്നും അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഉണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്ട്രോങ് റൂം ഉൾപ്പെടെ വിജിലൻസ് പരിശോധിച്ചത്. എന്നാൽ അത്തരത്തിൽ സ്ട്രോങ് റൂം ഇല്ലായിരുന്നു എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 1999 ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടെ സ്വർണ്ണപ്പാളി പൂശിയതിന് 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചതായാണ് ഏകദേശ കണക്ക്. കൊടിമരത്തിന് സ്വർണം പൂശിയതിന് എന്തുമാത്രം സ്വർണം ചെലവായി, ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം എത്രയാണ് എന്നതുൾപ്പെടെ ഒരു കാര്യത്തിലും, പ്രത്യേകിച്ച് സ്വർണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കുമില്ല എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ലെന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണത്തിന്റെ ഉൾപ്പെടെ മൂല്യനിർണ്ണയത്തിനായി റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. ശബരിമലയിലെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെയുള്ള പങ്ക് അന്വേഷിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദ്വാരപാലക പീഠത്തിന്റെയും സ്വർണ്ണപ്പാളികളുടെയും വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പങ്ക് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഇവ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം പോലും ദേവസ്വം ബോർഡ് കാണിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണം സംബന്ധിച്ച ഒരു വിവരവും അറിയിക്കരുത് എന്ന് പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സംശയത്തോടെയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അന്വേഷണം രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജവെമ്പാലയെ പിടികൂടി. കുളത്തൂപ്പുഴ ESM ഭാഗത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. കുളത്തൂപ്പുഴ ESM ഭാഗത്തു നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത്. തെന്മല RRT ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി രാധാകൃഷ്ണൻ, SFOമാരായ TR ഷിബു, അയ്യൂബ് ഖാൻ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റുമാരായ അമ്പാടി, കലേഷ്, ദേവദത്തൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഗുരുമന്ദിരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധ ആക്രമണം.
ഗുരുമന്ദിരത്തിന്റെ മതിലിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകൾ നശിപ്പിച്ചു. തഴവ പാവുമ്പ 281 നമ്പർ SNDP ശാഖയിലെ ഗുരുമന്ദിരത്തിന്റെ ലൈറ്റുകളാണ് തകർത്തത്. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് ശാഖായോഗം ആവശ്യപ്പെട്ടു. സമൂഹത്തിന് നിരക്കാത്ത ഈ പ്രവൃത്തിക്ക് അവരെ എത്രയും വേഗം നീതിപീഠത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ശാഖാപരമായിട്ട് ഞങ്ങളുടെ തീരുമാനം. പാവുമ്പ 281 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ഗുരുമന്ദിരത്തിനു നേരെയാണ് സാമൂഹ്യവിരുദ്ധ ആക്രമണമുണ്ടായത്. ഗുരുമന്ദിരത്തിന്റെ മതിലിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റുകൾ സാമൂഹ്യവിരുദ്ധർ തകർത്തു. മതിലിൽ ഫിറ്റ് ചെയ്തിരുന്ന ലൈറ്റ് ഏതോ സാമൂഹ്യ വിരുദ്ധന്മാർ 2 എണ്ണം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. ഉള്ളിച്ചിട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയുടെ ഇടത് സൈഡിലായിട്ട് കളഞ്ഞിട്ടുണ്ട്. രാവിലെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്, അറിയുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ശാഖാ ഓഫീസ് കെട്ടിടത്തിന്റെ സമീപത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ്. കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് SNDP ശാഖാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. സാമൂഹ്യ വിരുദ്ധർ ചെയ്ത ഈ നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ശാഖ 281 നമ്പർ SNDP ശാഖ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യൂണിയൻ ഓഫീസിലെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഇവിടുന്ന് ഇത് പൊട്ടിച്ചിട്ട് SNDP ശാഖാ ഓഫീസിന് തെക്കുവശത്താണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടത്. അതുകൊണ്ട് ഇതിന് നിഷേധമുണ്ട്. നിയമപരമായിട്ടും മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ട് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ചു. ഇതിനുള്ള കരട് വോട്ടർ പട്ടിക സെപ്റ്റംബർ 29 പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25 പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 2 പുതുക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത്. സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ടാണ് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ ആരംഭിച്ചത്. സെപ്റ്റംബർ 2 പുതുക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ 2,83,12,458 വോട്ടർമാരാണുള്ളത്. 1,33,52,945 പുരുഷന്മാരും 1,49,59,235 സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതിനു പുറമെ 2087 പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഒക്ടോബർ 14 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേരൊഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകണം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഭാരത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാം. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 നിയോജക മണ്ഡലങ്ങളിലെയും 87 മുനിസിപ്പാലിറ്റികളിലെ 3,240 വാർഡുകളിലെയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. MSC എൽസ 3 കപ്പൽ അപകടം. വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയെന്നും മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായും മന്ത്രി സജി ചെറിയാൻ. എറണാകുളം കൊല്ലം തീരങ്ങളിൽ പരിശോധന നടത്തി കുമ്മായം കടലിൽ കലർന്നിട്ടുണ്ടെന്നും ജലത്തിന്റെ pH മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി നിയമസഭയിൽ. എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ചു. കരട് വോട്ടർ പട്ടിക സെപ്റ്റംബർ 29.
ഒരു കുടുംബത്തിലെ 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാമെന്നും ഗണേഷ് കുമാർ. വധശ്രമ കേസിൽ ജാമ്യം, പിന്നാലെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊല്ലം കൊച്ചുകൂനമ്പായിക്കുളം സ്വദേശി ശ്യാമാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.